ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് കർത്താവിങ്കിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില സൈനുകൾ ദൈവം നമുക്ക് തരും. അത്തരത്തിലുള്ളതായ വലിയ ദൈവത്തിൽ നിന്നുള്ളതായ തെളിവുകളിലൊന്നാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു കോരിത്തരിപ്പുണ്ടാവും. നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ശരിക്കും കത്തുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ പുറമേയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അതീതമായി എന്തോ കത്തി എഴുന്നേറ്റ് വരുന്ന ആ ഒരു ഫീൽ, ദൈവവചനം നേരിട്ട് നമ്മുടെ ഹൃദയത്തോട് കർത്താവ് നേരിട്ട് സംസാരിക്കുന്ന അവിസ്മരണീയമായ ചില പ്രത്യേക നിമിഷങ്ങളിലാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു ശക്തി, ആ ഒരു നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലോകത്തേതൊരു തരം സുഖങ്ങളെക്കാളും ഉന്നതമായതാണ്. അതുകൊണ്ടാണ് ഈ ഏത് ജീവസാഹചര്യത്തിലായി പോകുന്ന ചില മനുഷ്യരും ദൈവവചനത്തിൻ്റെ സന്തോഷം കിട്ടുമ്പോൾ ആത്മലഹരിയിലായി പോകുന്നത്. ഏറ്റവും വലിയ ആ ഒരു കിക്ക്, നമ്മളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ആ ഭയങ്കരമായ ആ ഒരു ആനന്ദലഹരി ദൈവവചനത്തിന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കത്തിച്ചുവിടാൻ കഴിയുന്നത്. ഇന്നത്തെ ഈ ഒരു ദൈവിക ദൂത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകിയൊരു ശക്തമായ ദൈവിക ശബ്ദമാണ്. ഞാൻ അതിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയും നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യട്ടെ. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. യേശു ഉയർത്തെഴുന്നേറ്റ അന്നത്തെ ആ ഒരു ദിവസം ഭയങ്കരമായ ഒരു ചർച്ചകളും വാദപ്രതിവാദങ്ങളും വിശ്വാസവും അവിശ്വാസവും സന്തോഷവും കുറച്ചു പേർക്ക് നാണക്കേടും എല്ലാം ഉണ്ടായൊരു ദിവസമായിരുന്നു. യേശുവിൻ്റെ കല്ലറ കാണാൻ ആദ്യമേ ഓടിയത് യേശുവിനെ സ്നേഹിച്ച കുറച്ച് സ്ത്രീകളായിരുന്നു. അവരധികാലത്ത് യേശുവിനെ അടക്കിയ തോട്ടത്തിലെ കല്ലറയുടെ വാതിക്കലെത്തിയപ്പോൾ അവരറിഞ്ഞു 3.5 വർഷം കൊണ്ട് ശുശ്രൂഷ പൂർത്തീകരിച്ചിട്ട് ഞാൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ യേശു തൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. യേശു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കാരണം പൂട്ടിയ കല്ലറ ഇപ്പോൾ തുറന്നാണ് കിടക്കുന്നത്. അവർക്ക് സന്തോഷം അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. ഓടി ചെന്ന് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഈ കാര്യം അവർ പറഞ്ഞു. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന്. ഈ സന്തോഷം അറിയാൻ 2 പേര് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അതിവേഗം ഓടുകയാണ്. പത്രോസും യോഹന്നാനും. ഓടി പത്രോസിനേക്കാൾ ഇച്ചിരൂടെ പ്രായം കുറഞ്ഞ ആളാണ് യോഹന്നാൻ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ പത്രോസിനേക്കാൾ ഇച്ചിരൂടെ വേഗതയിൽ ഓടി യേശുവിൻ്റെ കല്ലറയുടെ വാതിക്കലെത്തി. ചാടിക്കേറി നോക്കാമായിരുന്നു, നോക്കിയില്ല. തൻ്റെ ഒപ്പം വരുന്ന കർത്താവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ്ലീഹ വരുന്നത് വരെ അദ്ദേഹം വെയിറ്റ് ചെയ്തു. 2 പേരുടെ അകത്ത് ചെന്ന് കയറി നോക്കുമ്പോൾ പറഞ്ഞ കാര്യം കൃത്യമാണ്. യേശുവിൻ്റെ ശവശരീരം ചുറ്റിയിരുന്ന പുതപ്പ്, ആ വസ്ത്രം മടക്കി ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. യഹൂദനായൊരു ആശാരി താനെ ഒരു ജോലിക്കായിട്ട് ആരെങ്കിലും വിളിക്കുമ്പോൾ താനൊരു കട്ടിലോ തൊട്ടിലോ കസരയോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഉപകരണം പണിയുന്ന വേളയിൽ പണി കഴിഞ്ഞ് തൻ്റെ പുതപ്പെടുത്ത് മടക്കി അതിന്മേലൊന്ന് വെക്കുന്ന പരിപാടിയുണ്ട്. ആ പുതപ്പെടുത്ത് താൻ പണിത ഉപകരണത്തിൻ്റെ മേൽ യഹൂദനായൊരു ആശാരി ആ കാലഘട്ടത്തിൽ മടക്കി വെച്ചാൽ തന്നെ ഏൽപ്പിച്ച പണി നല്ല വെടിപ്പായിട്ട് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ തെളിവ്. യേശുവിനെ അടക്കിയ കല്ലറയിൽ തന്നെ പുതപ്പിച്ച പുതപ്പേശു മടക്കി വെച്ചപ്പോൾ നസ്രയത്തിലെ നല്ല തച്ചൻ ദൈവപിതാവ് തന്നെ ഏൽപ്പിച്ച രക്ഷണ്യ ദൗത്യമെന്ന് പറയുന്ന വലിയ അസൈൻമെൻറ്റ് കൃത്യമായിട്ട് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് തന്നെ കിടത്തിയ കല്ലറയിൽ തന്നെ പുതപ്പിച്ച പുതപ്പേശു മടക്കി വെച്ചത്. ആ പുതപ്പ് അവിടെ മടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോഴേ അവർക്ക് മനസ്സിലായി യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വലിയ സന്തോഷം. അന്ന് ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി. ഈ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കവേ ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് 2 പേര് യെരുശലേം എന്ന സ്ഥലത്തു നിന്നും എമ്മൗസ് എന്ന റോഡിലൂടെ എമ്മൗസിലേക്ക് പോവുകയാണ്. ആ എമ്മൗസ് റോഡിലൂടെ അവർ നടന്നു പോകുന്ന വേളയിൽ ഒരപരിചിതനെ പോലെ അവർക്ക് മനസ്സിലാകാത്തൊരു രൂപത്തിൽ മറ്റൊരു മനുഷ്യൻ്റെ രൂപസാദൃശ്യത്തിൽ യേശു അവരുടെ കൂടെ ചേർന്ന് നടന്നു. ഒപ്പം നടക്കുന്ന യേശു
ഇവർ സംസാരിക്കുന്ന സംസാരത്തിനോട് കൂടെ ചേർന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. കളിചിരി കാര്യങ്ങളല്ല പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് യെരുശലേമിലെ ഏറ്റവും വലിയ സംസാര വിഷയം നസ്രേനായ യേശുവിൻ്റെ ക്രൂശീകരണവും ശവസംസ്കാരവും ഇപ്പോഴത്തെ ഉയർത്തെഴുന്നേൽപ്പൊക്കെയാണ്. ഈ സംഭവത്തെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിച്ച് വാദപ്രതിവാദം ചെയ്തു പോയപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഇത് ഇപ്പോൾ ഉണ്ടായ ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു കാര്യമൊന്നുമല്ല. മോശെ എന്ന് പറയുന്ന ആത്മീക ആചാര്യനിലൂടെ എഴുതി തുടങ്ങിയ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ ദൈവം സംസാരിച്ചു തുടങ്ങി. പിന്നീട് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെയും എല്ലാം ദൈവം വെളിപ്പെടുത്തിയ ഏറ്റവും ശക്തമേറിയ തൻ്റെ പദ്ധതിയാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ യേശു തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങളെല്ലാം ഈ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ കുറച്ച് പേര് പറയാറുണ്ട്, എന്തിനാ പഴയ നിയമം വായിക്കുന്നത്, പുതിയ നിയമം മാത്രം വായിച്ചാൽ പോരെ? യേശു തന്നെക്കുറിച്ച് എഴുതിയത് വെളിപ്പെടുത്തിയത് പുതിയ നിയമത്തിൽ നിന്നല്ല, പഴയ നിയമത്തിൽ നിന്നാണ്. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണെങ്കിലും വായിച്ചാൽ കണ്ടെത്തേണ്ടത് ദാവീദിനെ അല്ല, അബ്രഹാമിനെ അല്ല, അതിൽ കാണേണ്ടത് സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ രക്ഷകനുമായിരിക്കുന്ന ജീവൻ്റെ വചനമായ യേശു ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. ഈ ഒരു വെളിപ്പെടുത്തലാണ് ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജുകളിലൊന്ന്. പഴയ നിയമം അത് കുറേ മനുഷ്യന്മാരുടെ ജീവചരിത്രങ്ങളോ കഥകളോ അല്ല, അത് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ വിശാലമായ വെളിപ്പെടുത്തലിൻ്റെ ഏടുകളാണ്. നിങ്ങൾ അതിനകത്തൊന്നും ക്രിസ്തുവിനെ കണ്ടെത്താനാണ് തയ്യാറാകേണ്ടത്. അങ്ങനെ ന്യായപ്രമാണ പുസ്തകത്തിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വേദഭാഗങ്ങൾ യേശു തന്നെ ഒരപരിചിത വേഷത്തിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന മാത്രയിൽ അവരുടെ ഉള്ളം കടന്ന് കത്താൻ തുടങ്ങി. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അത് ആരിലൂടെ ആയാലും, ഇൻക്ലൂഡിങ് മീ, എന്നിലൂടെ ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോഴും മറ്റ് നമുക്ക് ചിന്തനീയമോ വിശ്വസനീയമോ ആയ അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്തൊരു മുഖാന്തരത്തിൽ കൂടെ കർത്താവ് നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ശരീരം ഇത് നമ്മളോട് പറയും, ദൈവമാണ് നിന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, അതിലില്ലാത്തൊരാഹ്ലാദം ഉണർന്നു വരുന്നു, ദൈവം ഈ സമീപത്ത് എവിടെയോ ഉണ്ട്. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അപ്പനെ കാണുമ്പോൾ കിടന്ന് ഇളകിമറിയുന്നൊരു കുഞ്ഞിനെ പോലെ നമ്മുടെ ആത്മാവൊരു പിടച്ചിൽ പിടയ്ക്കും. അത് ദൈവത്തെ കണ്ടാൽ മനുഷ്യൻ്റെ ആത്മാവ് പിടിച്ചാൽ കിട്ടുകയില്ല. ആ നിലയിൽ അത് കിടന്ന് ആഹ്ലാദിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ രീതിയിൽ യജമാനൻ്റെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്നൊരു നായയുടെ സ്നേഹപ്രകടനം പോലെ തൻ്റെ പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ ഓടിച്ചെന്ന കുഞ്ഞിൻ്റെ സന്തോഷം ഒരു പൈതൽ അപ്പൻ്റെ അടുക്ക വെളിപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ അരികിൽ കർത്താവിനെ കിട്ടുമ്പം നമ്മുടെ ആത്മാവങ്ങ് സന്തോഷത്തിൻ്റെ പാരമ്യത പോകും. ആ സമയം അതിനകത്തുണ്ടാകുന്നൊരു കത്തലുണ്ട്. ഈ കത്തലാണ് നമ്മൾ അറിയേണ്ടത്. ദൈവം നമ്മുടെ അരികിലുണ്ട് എന്നത് നമുക്ക് വ്യക്തമായി തെളിയിച്ചു തരുന്നൊരു ആനന്ദം. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെക്കാളും അതീതമായി ഉറപ്പിച്ചു നൽകുന്ന ഒരു സിഗ്നേച്ചർ എക്സ്പീരിയൻസ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. അപരിചിത വേഷത്തിൽ കൂടെ നടക്കുന്ന യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ലേലും അവൻ്റെ വായിൽ നിന്ന് വരുന്ന തിരുവെഴുത്തിനാൽ നീ അറിയും എന്നോട് സംസാരിക്കുന്ന എൻ്റെ കർത്താവാണെന്നുള്ള കാര്യം. ഈ വിധത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കത്തൽ സൃഷ്ടിക്കാൻ ഇന്ന് പകൽ കർത്താവ് പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ ഒന്നുകൂടെ ആഴമായി പറയുന്നു, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കത്തൽ സൃഷ്ടിക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ നടക്കാൻ പോകുകയാണ്. പുറമേ 100 വേദനകളോ പ്രയാസങ്ങളോ നീ നേരിടുന്ന വേളയിലും യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കിട്ടിയാൽ അതിനെ നിങ്ങൾ ജയിക്കുമെങ്കിൽ, നിങ്ങൾക്കതൊരു പ്രശ്നമല്ലാതാകുമെങ്കിൽ, ആ ഒരു സമാധാനം നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുന്ന, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരുന്ന ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി നടക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, കത്തൽ, ഈ കത്തൽ എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ചുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടപ്പോഴും, ഏലിയാവിന് ദൈവം വെളിപ്പെട്ടപ്പോഴും, അബ്രഹാമിന് വെളിപ്പെട്ടപ്പോഴും, ഗിദെയോന് വെളിപ്പെട്ടപ്പോഴുമൊക്കെ തീജ്വാല ഒരു പ്രത്യേക ദൈവ സാന്നിധ്യത്തിൻ്റെ തെളിവായി വെളിപ്പെട്ടിരുന്നു. അതായത് ദൈവമാണ് സംസാരിക്കുന്നത്, ദൈവമാണ് ഇപ്പോൾ ഇടപെടുന്നത് എന്ന് മുമ്പിൽ നിൽക്കുന്ന ആർക്കും നിസ്സംശയം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയുടെ
അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തിയുടെ പ്രത്യക്ഷ അടയാളമായിരുന്നു തീജ്വാല. കത്തുന്നൊരനുഭവത്തിൽ ഒരു ദൈവിക ഇടപെടൽ. ഇത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ സീഡാണ്, പഴയ നിയമത്തിൻ്റെ മർമ്മമാണ്. ഇപ്പോൾ ഇതേ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന യേശു, പഴയ നിയമത്തിലെ വിശുദ്ധർക്ക് ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കുവാൻ തക്കവിധം ഏത് അനുഭവത്തെയാണോ ഇത്രയും കാലം ഉപയോഗിച്ചത്, അതേ അവസ്ഥയെ തന്നെ തൻ്റെ ശിഷ്യരുടെ ഹൃദയത്തിലും കർത്താവ് എടുത്ത് പകർന്നു കൊടുക്കുകയാണ്. കത്തിത്തുടിക്കുന്നവർ ഹൃദയത്തിൻ്റെ അകത്തെ ആത്മീക ജ്വാലയുടെ പുറകിൽ അവർ വ്യക്തമായി തങ്ങളോട് സംസാരിക്കുന്ന ദൈവശബ്ദത്തെ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. ഇന്നത്തെ ദൂത് നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മോശയോട് സംസാരിച്ചവൻ കത്തിജ്വലിക്കുന്നൊരഗ്നി പടർന്ന് അതിലൂടെ നിന്നോട് ഇടപെടുന്ന മണിക്കൂറുകളിലേക്കാണ് കുഞ്ഞെ നീ നടക്കുന്നത്. മോശ കണ്ടതും ഏലിയാവ് കണ്ട തീയുടെ മറുപടിയും നിൻ്റെ ജീവിതത്തിൽ അന്യപ്പെട്ടൊരു കാഴ്ചയല്ല. വായിക്കുമ്പോൾ അവർ കണ്ടല്ലോ, എനിക്ക് കിട്ടത്തില്ലല്ലോ എന്നുള്ള നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടതും കുറച്ചു പേർക്കും മാത്രമായി ലഭ്യമായതുമായ ഒരു വ്യത്യസ്ത അനുഭവമായിട്ടല്ല ബൈബിൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അവർക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഭവവേദ്യമാകുന്ന, പണ്ടത്തെ പൂർവികരോ ഇപ്പോൾ ജീവിക്കുന്ന നമ്മളോ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അന്യപ്പെട്ടവരല്ല. അവർക്ക് വേണ്ടി വെളിപ്പെട്ട കർത്താവ് നമുക്കായും വെളിപ്പെടുന്നു, നമ്മോടുകൂടെ ഉണ്ട് എന്ന് ഊട്ടി ഉറപ്പിച്ച് നൽകുന്ന ഒരനുഭവത്തിൻ്റെ പ്രത്യക്ഷ അടയാളമായി നിങ്ങളുടെ ശരീരത്തിൽ ഇന്നത് വെളിപ്പെടും. ഒന്നുകൂടെ ഞാൻ കടന്നു പറയുന്നു, മോശ കണ്ട അഗ്നി കണ്ണിൻ്റെ മുൻപിൽ പുറത്തായിരുന്നെങ്കിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇന്ന് ആ തീ കത്തുന്നത് നിങ്ങളുടെ ഉള്ളിലായിരിക്കും. അതായത് ദൈവം ഇന്ന് ഒരു പുറംജീവി കാഴ്ചാ പ്രതിഭാസമായിട്ടല്ല വരുന്നത്. ഏതോ ഒരു ആകാശ പൗരനായി മാറി നിന്ന് സംസാരിക്കാനല്ല കർത്താവ് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ ഉള്ളിലാക്കും, എൻ്റെ വചനത്തെ ഞാൻ നിൻ്റെ വായിലാക്കും. ഞങ്ങൾ വന്ന് നിന്നോടുകൂടെ വാസം ചെയ്യും. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞിരിക്കുന്നു തുടങ്ങി ഇൻ ക്രൈസ്റ്റ് എന്ന ദൈവം നമ്മളിലായിരിക്കുന്നു എന്നുള്ള ഒരു അനുഭവം ഇന്ന് നിലനിൽക്കുന്നതിനാൽ ഈ പറയപ്പെട്ട ദൈവാനുഭവത്തിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഉള്ളം കത്തുന്നു. മോശയെ വിളിച്ചവൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചിറക്കിയ തീജ്വാല നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ഏലിയാവിൻ്റെ ഉത്തരങ്ങൾ നൽകിയ ദൈവം നിങ്ങളുടെ ദൈവമായി നിങ്ങളുടെ ഉള്ളിൽ അവൻ്റെ ശബ്ദം നൽകി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു സന്തോഷകരമായ നിമിഷമല്ലേ? നിങ്ങൾക്കും വേറിട്ടൊരനുഭവമല്ല, വിശുദ്ധരൊക്കെയും അനുഭവിച്ച ഒരാത്മീക സന്തോഷത്തിൻ്റെ കണ്ടിന്യൂവേഷൻ നിങ്ങളിലും കർത്താവ് ഇന്ന് രാവിലെ പുതുക്കുകയാണ്. ഈ മെസ്സേജ് ഇതുപോലെ നിങ്ങളോട് പറഞ്ഞു തരാൻ കർത്താവിനെ ഏൽപ്പിച്ചതാണ്. സോ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽ കർത്താവ് ഇതിനെ കത്തിക്കുമ്പോൾ, ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ കത്തുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോമാഞ്ചം, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന സുഖം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ത്രസിപ്പിക്കുന്ന ഉന്മാദം, ഇത് കൃത്യമായും ദൈവം നിങ്ങളുടെ അരികിലുണ്ട്, ദൈവം നിങ്ങളിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയൊരു തെളിവാണ്. ഞാൻ ഒരിടാതെ മൗനമായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരിക്കവേ എൻ്റെ ഉള്ളിൽ എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഞങ്ങളുടെ കർത്താവേ, സ്നേഹം നിറഞ്ഞ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ ഈ ദൂതിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായും നന്ദിയോടെ സ്തോത്രം. ഇവരുടെ ജീവിതം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവകൃപ ഇന്ന് രാവിലെ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓ ജീസസ്, ഒറ്റപ്പെട്ടു പോയ പലരുടെയും കൂടെ നടക്കുന്ന ഒരു ദൈവകൃപയെ ഞാൻ കാണുന്നു. തനിച്ചാക്കപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന നിനക്ക് വേണ്ടി കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകുന്ന ഒരു ഇടപെടൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ നല്ല കാലങ്ങളോ നല്ല അനുഭവങ്ങളോ വരികയില്ല എന്ന നിലയിൽ കടുത്ത നിരാശയോടെ നിങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സ്വപ്നങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് ഒപ്പം നടക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തെയും നിൻ്റെ ശരീരത്തെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവ്യാനുഭവമായി
യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ വരുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ഇന്ന് പകൽ അനുഗ്രഹിക്കുന്നു. ഈ വചനദൂതിൻ്റെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ നിത്യചൈതന്യത്തിൽ ഇവരുടെ ഹൃദയം ഇപ്പോൾ മുതൽ ക്രിസ്തു ആനന്ദത്തിൻ്റെ ലഹരി പ്രാപിക്കട്ടെ. പ്രാർത്ഥിച്ചിവരെ ദൈവകൃപയിൽ മറയ്ക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കേവലം ഒരു യൂട്യൂബ് മെസ്സേജിൻ്റെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ശുശ്രൂഷ അല്ലിത്. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ അന്ന് പ്രവചനദൂതുണ്ടാകില്ല. കർത്താവ് സംസാരിച്ചാൽ തീർച്ചയായും ആ ശബ്ദവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കും. ഈ ഒരു ദൂതിന് വേണ്ടിയുള്ളൊരു ഞരക്കം അല്പം നീളമേറിയതായിരുന്നു. അല്പം വൈകി നിങ്ങളുടെ അരികിലേക്ക് ഇതെത്താൻ കർത്താവിൽ നിന്നും നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്ന ഈ ശബ്ദം ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ വരമേൽപ്പിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഈ ദൂത് ഏൽപ്പിച്ചു തരുന്നു. ഇതിനാൽ നിങ്ങൾ ധന്യതയും അനുഗ്രഹവും സമൃദ്ധിയും സന്തോഷവും ഏറെ പ്രാപിച്ചവരായി തീരട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് നടക്കുന്നു, എറണാകുളത്തേക്ക് വരുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയെ കൈത്താങ്ങുവാൻ, ഒത്തുചേർന്ന് സഞ്ചരിക്കുവാൻ, നിങ്ങൾക്ക് ദൈവകൃപ അനുഭവിക്കുവാൻ ധാരാളം അനുഗ്രഹീതമായ അവസരങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേര്. കാരണം യേശുവാണ് നിങ്ങളിതിലൂടെ ശുശ്രൂഷിക്കുന്നത്. ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ കൃപ ഏറെ നിങ്ങളിൽ നിറയട്ടെ. യേശു വരാറായി. നമ്മുടെ ജീവിതം അതിനായി ഒരുങ്ങപ്പെടട്ടെ. കർത്താവിൻ്റെ എല്ലാ സമൃദ്ധിയും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.